ഇന്നെനിക്ക് കുറച്ചധികം തിരക്കുള്ള ദിവസമാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ സുക്രുവിൻ്റെ ഡാൻസ് ആണ്. അപ്പോൾ അതിന് പോകണം. അതിന് മുന്നേ തുമ്പിക്കുട്ടിനെ വീട്ടിലാക്കിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അവളെയും കൊണ്ട് പോലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എളുപ്പപ്പണി എന്ന് പറയുന്നത് ഈ പുട്ടാണല്ലോ. പണ്ടമ്മ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ പറയും വേറെ വല്ലതും ഉണ്ടാക്കിക്കൂടെ എന്ന്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ അവരുടെ വികാരമൊക്കെ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ ഏതാണ് എപ്പോഴാണ് പെട്ടെന്ന് തീരണത് അതായിരിക്കും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ പുട്ടാണ് അതിന് ബെസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ തറയൊക്കെ ആകെ കച്ചറായിട്ട് കിടക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ കുളിച്ച് നമ്മൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് കൊച്ചിൻ്റെ ഡാൻസൊക്കെ അല്ലേ, കാര്യമായിട്ട് അവൻ ഭയങ്കര സ്റ്റെപ്പൊന്നും കളിച്ചില്ലെങ്കിലും വൃത്തിയായിട്ട് സ്റ്റേജിൽ നിന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴേക്കും അനിയനും അനിയത്തിയും കൂടെ ഭയങ്കര കളിയായിരുന്നു. അവരൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവർക്ക് മുട്ട ചിക്കി കൊടുത്ത് പപ്പടവും കൂട്ടി ചോറൊക്കെ കൊടുത്തു കേട്ടോ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ സുക്രും തുമ്പി അടഞ്ഞു കളയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്നലത്തെ ബീഫ് കറി ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചു. സുധിച്ചേട്ടന് പുട്ടും ബീഫ് കറിയാണ് കേട്ടോ കൊടുത്തയച്ചത്. അങ്ങനെ ഞാനും കൂടെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ നേരെ ആനാപ്പുഴയ്ക്ക് പോവുകയാണ്. ആനാപ്പുഴയിൽ പോയിട്ട് തുമ്പിനെ ആക്കിയിട്ട് നേഴ്സറി വന്നപ്പോൾ അവിടെ കൊട്ടും ബഹളവും എല്ലാം കൂടി ആയിട്ട് റെഡിയാവണ ബഹളമാണ് കേട്ടോ. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് മക്കളെ കൊണ്ട് ടീച്ചർ ഒന്ന് കളിപ്പിച്ച് നോക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ സ്കൂളിലേക്ക് വന്നു. അതിനുശേഷം എൻ്റെ പൊടിമീശക്കാരനെ കണ്ടില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, സ്റ്റേജിൽ അടിപൊളിയായിട്ട് കളിച്ചു. അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അവർക്ക് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്. സുക്രുഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ട്രോഫിയൊക്കെ കിട്ടിയപ്പോൾ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ടീച്ചർമാരുടെ ഗെയിമും കാര്യങ്ങളുണ്ടായി. ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ അത്രയുള്ളൂ.